കുരിശുമരണത്തിന് തലേദിവസം യേശുവിനെ പാർപ്പിച്ചിരുന്ന തടവറയാണിത്. യേശു ഇതിനുള്ളിലായിരിക്കെയാണ് പത്രോസ് ശ്ലീഹ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറയുകയുണ്ടായത്. കല്ലുകൾ തുരന്ന് ഉണ്ടാക്കിയിട്ടുള്ളതും വളരെ ഇടുങ്ങിയതുമായ ഒരു പ്രദേശമാണിത്. ഇതിൻ്റെ ചുമരുകളിൽ ഹോളുകളും ധാരാളം ഹുക്കുകളും നിർമ്മിച്ചിട്ടുണ്ട്. ബന്ധനസ്ഥനാക്കുമ്പോൾ ചങ്ങലകൾ കൊളുത്തിയിടാനാണ് ഈ ഹുക്കുകൾ എന്നാണ് പറയപ്പെടുന്നത്. ഉപ്പും വിനാഗിരിയും നിറച്ച വെള്ളം ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ചാട്ടവാറ അടികൊണ്ട് പൊട്ടിയ മുറിവുകളിൽ പുരട്ടി നീറ്റൽ വരുത്തുന്നതിനോ അല്ലെങ്കിൽ അണുവിമുക്തമാക്കുന്നതിനോ ആയിരിക്കാം അത്. ഈ ഹോളിലൂടെയാണ് കിണർ പോലെയുള്ള സ്ഥലത്തേക്ക് യേശുവിനെ ഇറക്കിയത് എന്നാണ് കരുതപ്പെടുന്നത്. ബന്ധസ്ഥനായ യേശുവിൻ്റെ ഒരു പ്രതിമ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചുരുക്കവും പിന്നെ ധാരാളം വിശ്വാസികളൊക്കെ വന്ന് ഇവിടെ തിരി കത്തിച്ച് വയ്ക്കാറുണ്ട്. ഇതിൻ്റെ താഴെയുള്ള കിണർ പോലെയുള്ള സ്ഥലത്ത് വളരെ ഇടുങ്ങിയ ഒരു പ്രദേശത്ത് ഏകനായി മുറിവേറ്റ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് യേശു കഴിച്ചു കൂട്ടുകയാണ് ഉണ്ടായത്. വളരെ ഇടുങ്ങിയ ഒരു പ്രദേശമാണ്. അവർ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. ഒരാൾക്ക് വീതമേ അങ്ങോട്ട് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളും താഴേക്ക് ഇറങ്ങി. ഇത് പോകുന്ന വഴിക്കുള്ള എന്താ പറയുക, കിടങ്ങിൻ്റെ ചുമരുകളൊക്കെയാണത്. വളരെ കഷ്ടപ്പെട്ടാണ്, തീരെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ. ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യേശു ആ രാത്രി കഴിച്ചു കൂട്ടിയത്.